ഹലോ നമസ്കാരം, എല്ലാവർക്കും ഗൗതം റിയാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഡേ 28 ആണ് ഇന്ന്. അപ്പൊ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ എങ്ങനെ റിവ്യൂ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതിന് മോശം കണ്ടന്റ് ആയിരുന്നു ഇന്നത്തേത്. കണ്ടന്റ് ഭയങ്കരമായ രീതിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഭയങ്കര മോശമാണ് എന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇന്നത്തെ ദിവസം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ആദ്യം തന്നെ നമ്മുടെ ശരത്തും ലക്ഷ്മിയും തമ്മിൽ കിച്ചണിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. കാരണം ശരത്ത് ആയിരുന്നല്ലോ ക്യാപ്റ്റൻ. അപ്പോ ഇവർക്ക് ഫുഡ്, അതായത് ലക്ഷ്മി പറയുന്നത് ഫുഡ് നേരത്തെ വേണമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ അപ്പാനെ പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഫുഡ് നേരത്തെ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, ഇവിടെ ഈ രീതിയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, വേഗം ചെയ്യാനൊന്നും പറ്റില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലക്ഷ്മി പറയുന്നുണ്ട്, എന്നാ പിന്നെ നിങ്ങൾക്ക് തലേന്ന് അരിഞ്ഞു വെച്ചൂടെ, വേണ്ടുന്നേക്ക് അരിഞ്ഞു നോക്കാലോ, അപ്പൊ ഫുഡ് നേരത്തെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലക്ഷ്മി പറയുന്നുണ്ട്. അപ്പൊ അപ്പാനക്ക് ആകെ ദേഷ്യം പിടിച്ചിരിക്കുക, കാരണം ഒന്നും ഫുഡ് ആയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പൊ അപ്പാനെ പറഞ്ഞാൽ ഇനി അടുത്തോട്ട് നോക്കോളാം, ഇപ്പൊ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫുഡിന്റെ കാര്യത്തിൽ, അതായത് പുറത്തുനിന്ന് കണ്ടിട്ടാണല്ലോ ചെയ്തത്. അപ്പൊ പുറത്ത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരിൽ ഒരു വഴക്കൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അപ്പൊ അത് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലക്ഷ്മി അവിടെ എടുത്തിട്ടത് ആ ഒരു കാര്യം. അതായത് ഈ വൈൽഡ് കാർഡ് കയറുമ്പോൾ അവർക്ക് പുറമേ നിന്ന് കണ്ടിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ എന്തൊക്കെ ഫോൾട്ട് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഒരു ഐഡിയ ആയിരിക്കും അവരത് പറഞ്ഞു കൊടുക്കുന്നത്. അത് അവർക്കത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയാൻ പറ്റുന്നത്. അതിൽ നിന്ന് കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുകയാണ് ബാക്കിയുള്ളവർ ചെയ്യേണ്ടത്. പക്ഷെ ഇത് അവരങ്ങനെയല്ല. ഇപ്പൊ വന്ന് കയറി ഉടനെ ഞങ്ങളെ ഭരിക്കാൻ വരുന്നു, അങ്ങനെയൊക്കെ രീതിയിലാണ് കാണുന്നത്. പക്ഷെ പറയേണ്ട ഒരു മയത്തിൽ പറയണം, അവരും ചെയ്തത് തെറ്റാണ്. ഇച്ചിരി ഹാർഷായിട്ടൊക്കെ ഈ സംസാരിക്കുന്നത്. അത് ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസ് ആണല്ലോ കിച്ചൺ ക്യാപ്റ്റൻ. നമ്മുടെ അപ്പാനി വീടിന്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഷാനവാസ് ആണ് കിച്ചണിന്റെ ക്യാപ്റ്റൻ. അപ്പൊ ഷാനവാസ് വന്നിട്ട് പറയുന്നുണ്ട്, റെന ഫാത്തിമയെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, എന്തോ കുക്ക് ചെയ്യുന്നത് നീ അല്ലേ ഏറ്റെടുത്തേന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലക്ഷ്മി അവിടുന്ന് കത്തി എടുത്തോണ്ട് പോകുന്നുണ്ട് എന്ന് അറിയാനായിട്ട്. അപ്പോഴത്തേക്ക് ഷാനവാസ് ഇവിടെ കിച്ചണിൽ കയറാൻ പാടില്ല, എന്തിനാ കിച്ചണിൽ കയറാൻ? അപ്പൊ എല്ലാം ഞാൻ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ വേണ്ട 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 വേണ്ട, ലക്ഷ്മി കൊടുക്കുന്നില്ല, കത്തി പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഷാനവാസ് കത്തി എടിയെന്നൊന്നും വിളിക്കണ്ടെന്ന് പറയുമ്പോ എടീന്ന് വിളിക്കും എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ പ്രവീൺ വന്നിട്ട് പറഞ്ഞു, എടീന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ വിളിക്കുന്നതെന്ന് ചോദിച്ചിട്ട് അവര് തമ്മിൽ ഒരു ചെറിയ വഴക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അത് അപ്പം അതിന്റെ ഇടയ്ക്ക് ആരും വന്നൊരു ആപ്പിൾ എടുത്തുകൊണ്ട് പോകുന്നു. അപ്പോഴത്തേക്ക് ആപ്പിൾ തിരിച്ച് ഷാനവാസ് വാങ്ങിയിട്ട് പറയുന്നുണ്ട്, എല്ലാവർക്കും ഞങ്ങൾ കട്ട് ചെയ്ത് തരാം, ഇപ്പൊ ആപ്പിൾ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോക്കുമ്പോൾ ആരും ചോദിക്കുന്നു, ഇവിടെ എല്ലാവരും എടുത്ത് കഴിക്കുന്നുള്ളൂ, അനു ഒക്കെ എടുത്ത് കഴിക്കുന്നത് നോക്കുമ്പോൾ അനു അവിടെ ആപ്പിൾ കഴിച്ചോണ്ട് കേട്ടോ. അപ്പൊ ഷാനവാസ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരുന്ന ആപ്പിൾ തിരിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്നു. അപ്പൊ അനു പറയുന്നത്, ഇത് എന്റെ ആപ്പിളല്ലേ, ഞാനതെടുത്ത്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട്, ഇത് നമുക്ക് എല്ലാവർക്കും കട്ട് ചെയ്ത് പിന്നെ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഷാനവാസ് അതിൽ നിന്ന് ഹോർണെടുത്ത് കഴിക്കുന്നുണ്ട്. അനുവും പോയി കഴിക്കുന്നുണ്ട്. ഇതേപോലെ ആരെയും പോയി കട്ട് ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നുണ്ട്. എന്നിട്ട് എന്താണോ എന്തോ ഒരു ക്യാപ്റ്റനായിട്ടും അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഷാനവാസിന് രാവിലെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഈ പ്രഷറും കാര്യങ്ങളൊക്കെ അതിന്റേതായ കുറെ. ലൈവില് നമ്മൾ ഉപ്പിട്ട് വെള്ളമൊക്കെ ആള് കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ബിപിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണല്ലോ. അപ്പൊ അതുകൊണ്ടാണ് രാവിലെ ഇത്ര ഭയങ്കര റൈസ് ആവുന്നത്, ഇതൊക്കെ അതുകൊണ്ടായിരിക്കാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രമ്യ നമ്പീശനും ജസ്റ്റിൻ വർഗീസും വീട്ടിലേക്ക് വരികയാണ്. മറ്റേ ത്രികോണ മധ്യേ ആ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടാണ് വരുന്നതും. ഒന്നുമില്ല, അവരുടെ ആ ഒരു പൂപ്പാട്ടുണ്ടല്ലോ, അതിന്റെ പ്രൊമോഷൻ ആയിട്ടാണ് വരുന്നത്. നല്ല രീതിയിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെത്തി മന്ദാരം ആ ഒരു പൂവൊക്കെ ഇട്ടിട്ടാണ് പൂക്കളം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ ഇവര് പറയുന്നുണ്ട്, ഇവരെ ഒരു പാട്ടിന്റെ ഒരു മെയിൻ ഇത് തന്നെ കടയിൽ നിന്ന് വാങ്ങിയ പൂക്കളുണ്ടല്ലോ, അതല്ലാതെ നമ്മുടെ ചെത്തി ജമന്തി ഇതൊക്കെ പോയി പറിച്ച് ഇട്ട് അങ്ങനെ ഒരു അർത്ഥം, അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ഇവരുടെ ഒരു തീം കൊടുത്തത്. അത് വെച്ച് അവർ പാട്ട് തയ്യാറാക്കിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെ അതെ, അങ്ങനെ അവർ തമ്മിലുള്ള ഒരു ഡയലോഗും കോൺവെർസേഷൻ ഒക്കെയാണ് ഇനിയുള്ള നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഇതില് രമ്യ നമ്പീശനും ഒരു പാട്ട് പാടുന്നുണ്ട്, അതേപോലെ തന്നെ ജസ്റ്റിനും ഒരു പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഒണിയലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ലൈം ജ്യൂസ്, അതായത് നമ്മുടെ നാരങ്ങയുടെ തൊലിയും മറ്റേ എന്തായിരുന്നു കറിവേപ്പിലേക്ക് ഇട്ടിട്ട് അവിടെ ഉള്ളതൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. നാരങ്ങ വെള്ളം അവര് പറയുമ്പോ ഇച്ചിരി പൊലിപ്പിച്ചൊക്കെ പറയത്രേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. അതായത് അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും അവരുടെ ഓണം, പഴയകാല ഓണ ഓർമ്മകൾ ഒരു കഥ പോലെ പറയാ. 1 മിനിറ്റേ സമയമുള്ളൂ, അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും വന്ന് പറയുന്നുണ്ട്, ആര്യന്റെ ഓണം ഒരു ലവ് അങ്ങണ്ട ഓണത്തിനാ തുടങ്ങിയേ, അങ്ങനെ ആര്യന്റേത്. പിന്നെ അതേപോലെ തന്നെ ഓരോരുത്തരുടെ, ഇപ്പം രണയുടെ ആണെങ്കിലും അവിടെ അടുത്ത വീട്ടിലേക്ക് പൂ വെച്ചുന്നതും അത് അങ്ങനെ ഒത്തപ്പെടുന്നത്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഓർമ്മകൾ പറയുന്നുണ്ട്. അങ്ങനെ രമ്യ നമ്പീശൻ വന്നിട്ട് രണ ഫാത്തിമയ്ക്കാണ് കൊടുക്കുന്നത്. കാര്യം അവർക്ക് ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ എന്നിട്ടും അത്ര അനുകൂലമല്ല, എന്നിട്ടും അവർ അതൊക്കെ ചെയ്തല്ലോ, സന്തോഷത്തോടെ ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നി എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ ഫാത്തിമയ്ക്കാണ്
പ്രൈസ് കൊടുക്കുന്നത്. ഒരു പായസം കിറ്റാണ് കേട്ടോ കൊടുത്തത്. അവരുടെ പായസം വെച്ച് കഴിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ ലൈവില്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നെവീനാണ് അടുത്ത ക്യാപ്റ്റൻ. അങ്ങനെ നെവീന് ഓരോ ടീമുകളെ പിരിച്ചു കിട്ടോ. അതെ. അതിൽ കിച്ചൺ ടീമിനാണ് ആദ്യം അത് പ്രവീണ്, ആദില, ലക്ഷ്മി, ജിഷിൻ, അനു ഇവരിത്രയും പേരാണ് കിച്ചൺ ടീം ഇട്ടേക്കുന്നത്. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. പിന്നെ വെസൽ ടീം എന്ന് പറഞ്ഞാൽ മസ്താനി, ബിന്നി, നൂറ, സാബുമാൻ ആണ്. രേണു ഉണ്ട്. ക്യാപ്റ്റൻ മസ്താനിയാണ്. ഫ്ലോർ ടീം കൊടുത്തേക്കുന്നത് ഷാനവാസ്, അനീഷ്, അക്ബർ, അപ്പാനി, അഭിലാഷ്. ക്യാപ്റ്റൻ അനീഷാണ്. ബാത്റൂം ശൈത്യ, ഒനിയൽ, ആര്യൻ, രണ, ഗിസേല്. ക്യാപ്റ്റൻ ഒനിയലാണ്. അങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. അതായത് ശത്രുക്കളെയും മിത്രങ്ങളെയും എല്ലാം മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്, ഗ്രൂപ്പുകളെല്ലാം മിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ചിലപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും അടി പൊട്ടും. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യനും ശൈത്യം കൂടി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആര്യൻ പറയുന്നത് നമ്മുടെ അനുവിനെ പറ്റിയാണ്, ഇതൊക്കെ എന്താ ഇത്ര അസൂയ, ഞാനും ഗിസയിലും തമ്മിൽ മിണ്ടുമ്പോ ഞങ്ങളിരുന്ന് മിണ്ടുമ്പോൾ ഭയങ്കര പ്രശ്നമാണ് ഇവള്. പിന്നെ ഗിസയിലിന്റെ അടുത്ത് ഞാൻ മിണ്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കൊണ്ടാന്ന് പറയുമ്പോൾ ഗിസയിൽ ശൈത്യ പറയുന്നുണ്ട്, അതിപ്പം നീ വന്നപ്പം ആദ്യം അനുവായിട്ടായിരുന്നല്ലോ കമ്പനി, പിന്നെ അത് മാറിയപ്പോ അതിന്റെ ഒരു വിഷമായിരിക്കാം അവക്കെന്ന് പറഞ്ഞിട്ട് നമ്മൾ ശൈത്യ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് പണിപ്പുര ടാസ്ക് തുടങ്ങുന്നത്. അത് പണി വേഴ്സസ് തുണി എന്നാണ് പേര്. അതായത് ഈ 5 പേർക്കുണ്ടല്ലോ വൈൽഡ് കാർഡായിട്ട് കയറി, അവർക്കാണ് കയറാൻ പറ്റുന്നത്. തുടർച്ചയായിട്ട് 5 ദിവസം കയറാൻ പറ്റും. 10 സെക്കൻഡ് ടൈം ഉള്ളത്. 10 സെക്കൻഡ് ടൈമുള്ളിൽ ഇഷ്ടമുള്ളത് പോയിട്ട് തിരിച്ച് എടുക്കാം, സാധനങ്ങൾ എടുത്തിട്ട് തിരിച്ചിറങ്ങാം. അതേപോലെ തന്നെ ഈ ഇവരുടെ വസ്തുക്കൾ ഉൾപ്പെടെ അല്ലാതെ ഈ ബാക്കി കണ്ടസ്റ്റന്റിനുള്ള പണിയും കാണും. അതൊരു ബോംബിന്റെ രൂപത്തിലായിരിക്കും. അത് ബോംബിന്റെ സൈസ് അനുസരിച്ചാണ് പണി, ലാർജ്, മീഡിയം, സ്മോള് എന്നങ്ങനെയാണ്. അത് എടുക്കുമ്പം അവർ പറയും, ബിഗ് ബോസ് തന്നെ പറയും ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന്. അതല്ല, ആർക്കൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് ഇവരാണ് തീരുമാനിക്കുക. 5 പേർക്ക് തീരുമാനിക്കാം. പണി എന്താണെന്നുള്ളത് ബിഗ് ബോസ് പറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ടാസ്കിന്റെ കാര്യങ്ങൾ നയിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബസർ കേൾക്കുമ്പോഴതൊക്കെ എല്ലാരും പണിപ്പുരയിലേക്ക് ഓടി പോകുന്നുണ്ട്. അപ്പൊ കുറെ അവിടെ ഇങ്ങനെ ബോംബ് പോലത്തെ ഒരു സാധനം തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു അവരുടെ പൊതികളും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ എല്ലാരും ഡ്രസ്സൊക്കെ എടുത്ത് കയറുന്നുണ്ട്. പിന്നെയും തിരിച്ചു പോയി ലക്ഷ്മി ബോംബ് എടുത്ത് അതായത് ബോംബ് തൂക്കിയിട്ടേക്കുന്ന എടുത്തിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ പണി കൊടുക്കണോ? അപ്പൊ പ്രവീൺ ചോദിക്കുന്നു, അയ്യോ നമുക്ക് ബോംബ് എടുക്കണ്ടായിരുന്നു, കൂടുതൽ നമ്മൾ ഡ്രസ്സ് എടുത്താൽ മതി എന്ന് പറയുമ്പോൾ ലക്ഷ്മൺ ഇല്ല, നമുക്ക് മാക്സിമം പണി കൊടുക്കാൻ പറ്റൂല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ട് കഴിഞ്ഞ ഉടനെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ബോംബ് എന്ന് പറയുന്നത് ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്, അതല്ല ആ ഒരു പൊതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഡ്രസ്സും അതിൻ്റെ കൂടെ ഇവർക്കുള്ള ബോംബും കാണുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ആരെയും ഉറക്കെ വിളിച്ചതിന്റെ അയ്യേ കുറെ വൈൽഡുകാരെ കയറ്റി വിട്ടതാണേ എന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ പ്രവീണൊക്കെ തിരിച്ചു പറഞ്ഞു, നീ കളിച്ചത് ഞങ്ങൾ കണ്ടതാ കുറെ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് കിട്ടിയ ഡ്രസ്സിനകത്ത് 6 വലിയ ബോംബ് ഉണ്ടായിരുന്നു, 2 ചെറിയ ബോംബ് ഉണ്ടായിരുന്നു, 1 മീഡിയം ബോംബ് ഉണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് വലിയ ബോംബ് ആയതുകൊണ്ട് തന്നെ ഒരു വലിയ പണിയാണ് ഇവർക്ക് വരാൻ പോകുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ടും ഈ ആര്യനും പ്രവീണും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ ഇതിന്റെ പേര് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് പ്രവീൺ പറയുന്നത്, നീ ഇവിടെ എന്തൊക്കെയാണ് കളിച്ചത്, ആ കളിച്ചതിന്റെ ഞങ്ങളൊക്കെ കണ്ടതാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ മസ്താനെ പറയുന്നുണ്ട് പൊതപ്പ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്ക് നമ്മുടെ പ്രവീൺ പാവാട വള്ളി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വിളിക്കുന്നുണ്ട്. ഇല്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ആരും ചോദിക്കാം, ഞാനും ഗിസയിലും ഒരുമിച്ചിരുന്ന മനിപ്പോ എന്താ കുഴപ്പം, അതിനിപ്പോ എന്താ റൂള് കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ ചോദിക്കുന്നുണ്ട്, അവരെ ഒന്നിച്ചിരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ഒരു റൂൾ ഇല്ലല്ലോ എന്ന് അക്ബർ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്രവീൺ അവിടെ കിടന്ന് ഉറക്കെ വിളിച്ച് പാവാട വള്ളി ആര്യൻ എന്നും പറഞ്ഞൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. വെളിയിലുള്ള പേരെല്ലാകത്ത് കയറി വിളിക്കുന്നു. അപ്പൊ അവിടെ ആര്യം കിടന്ന് പറയും, ഞാൻ പല പാവാടയും പിടിക്കും, നിനക്ക് എന്താന്ന് നിന്റെ വീട്ടിൽ കയറി പിടിച്ചില്ലല്ലോ, അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്ക് നൂറ് അവിടെ കിടന്ന് ഉറക്കം വിളിച്ചോ, നല്ല കാര്യം, ചിരിച്ച് പ്രൊമോട്ട് ചെയ്തോ എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ബറിനെയാണ് കേട്ടോ അത് പറയുന്നത്. അത് കഴിഞ്ഞ് ഇപ്പുറം നോക്കിയാൽ റെന ഫാത്തിമ കിടന്ന് കരയുന്നുണ്ട്. അപ്പോ മസ്താനി പുറത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കരയുന്നത്, അതായത് ബോയ് ഫ്രണ്ട് ഒക്കെ ഇനി തിരിച്ചു വരുമ്പോൾ കാണത്തില്ല, അവരുടെ വീട്ടിൽ പോലും ഇനി കേറ്റൂല. പിന്നെ അതൊക്കെ ലൈവിലല്ലേ പറഞ്ഞത്, ലൈവിലാണ് ഇത് കൂടുതൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരുടെ ബാപ്പയ്ക്ക് എന്തോ അറബി കല്യാണം അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായ രീതിയിൽ കളിയാക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ കുറെ പേഴ്സണൽ കാര്യങ്ങൾ മസ്താനി പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ റെന അറിയുന്നുണ്ട്, നിന്റെ സംസ്കാരം എന്താണെന്ന് അറിയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തിരിച്ചു പറയുന്നുണ്ട്, നിന്റെ സംസ്കാരം എന്താണെന്ന് അറിയാൻ പറഞ്ഞാൽ അവര് തമ്മിൽ ഒരു ചെറിയ വഴക്കൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോ ഇത് കഴിഞ്ഞിട്ട് ഷാനവാസും ഗിസയിലും റെനയും കൂടെ
ഇവരുടെ മറ്റേ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഷാനവാസ് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞിട്ട് റെന കേട്ടില്ല, അതൊന്നും ആലോചിക്കണ്ട, കരയണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഗിസയില് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് പോകണം. അതായത് ഷാനവാസിനും വൈകാതൊക്കെ ആയി ഈ ഉപ്പുവെള്ളമൊക്കെ ഇട്ട് കുടിക്കേണ്ട അവസ്ഥ വന്നായിരുന്നു കേട്ടോ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ റെന പറയുന്നുണ്ട്, ദേഷ്യം വരുമ്പോ നിങ്ങൾ ഭയങ്കര ആൻസൈറ്റി ആയിട്ടാണ് കുറെ പ്രഷറും എന്തൊക്കെ കാര്യങ്ങൾ അസുഖങ്ങളൊക്കെ ഉണ്ട്. അത് അവർക്ക് നമുക്ക് മനസ്സിലാവും. അത് ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് നടക്കുകയും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാവുന്നുണ്ട്. അത് വെച്ചിട്ടാ പറയുന്നത്. അവര് ശത്രുക്കളാണെങ്കിലും ഉള്ളിലുണ്ട്. അതെ, അപ്പോഴത്തേക്ക് ഷാനവാസ് നല്ല രീതിയിൽ അറിയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഷാനവാസ് പറയുന്നത്, രാവിലെ ഫുഡ് ലേറ്റ് ആയിട്ടാ റെഡി ആവുന്ന, അപ്പോഴാ വന്നിരുന്ന പ്രശ്നം ഉണ്ടാക്കിയത്, എനിക്ക് ആകെ തല പെരുപ്പായി പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഷാനവാസ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്കുള്ള ആ വലിയ പണിയാണ് കേട്ടോ സംഭവം. അതെ അതെ, അതായത് ഒരു വ്യക്തിക്ക് ബിഗ് ബോസ് ഇനി ഉടനീളം ഒരാഴ്ചയിലും ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. അങ്ങനെ ഒരേ വ്യക്തിയെ തെരഞ്ഞെടുക്കുക, അതായത് ഈ 5 പേര് ചേർന്ന് തെരഞ്ഞെടുക്കുക എന്നാണ് ആ ഒരു വലിയ പണി. അതായത് ഇനി ഒരിക്കലും അയാൾക്ക് ക്യാപ്റ്റൻ ആവാൻ പറ്റത്തില്ല. അപ്പൊ അത് നോക്കി തെരഞ്ഞെടുക്കുക, ആലോചിച്ച് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ആലോചിക്കുമ്പോൾ പറയുന്നുണ്ട്, അതായത് അക്ബറിനെയാണ് ഇവരെല്ലാരും പ്ലാൻ ചെയ്യുന്നത്. കാര്യം അക്ബറിനെ ആകുമ്പോഴത്തേക്കും വെളിയിൽ അക്ബറും അനുവും ഉണ്ടായിരുന്നു, PR വർക്ക്സ് ഉണ്ട് എന്നാണ് ഇവര് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ അക്ബർ ആകുമ്പോൾ ഇച്ചിരി ഗ്രൂപ്പിസത്തിൽ നേതാവായിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ബാക്കിയുള്ളവർക്കാണ് അത് പണി കിട്ടുന്നത്. അപ്പൊ അക്ബർ അങ്ങനെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം വരുത്തില്ല എന്നുള്ള വെച്ചോണ്ടാണ് അക്ബറിനെ പറയുന്നത്. റീസൺ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഷാനവാസ് അല്ല, ശരത്തും ഷാനവാസ് അക്ബറും കൂടെ ഇരുന്ന് സംസാരിക്കൂ, അത് വരക്കല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ശരത്തും അക്ബറും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ശരത്ത് ഇന്നലെ അവിടെ ഒരു ചീത്ത വിളിച്ചല്ലോ, അതിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്കത് ഭയങ്കര വിഷമമുണ്ട്. ഞാൻ പബ്ലിക്കായിട്ട് അങ്ങനെ വിളിച്ചെങ്കിലും ഞാൻ അതിലൂടെ പോയി പബ്ലിക്കായിട്ടും സോറി പറഞ്ഞു, അല്ലാതെയും സോറി പറഞ്ഞു. പക്ഷെ അല്ലാതെ സോറി പറയുമ്പോഴേ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എന്റെ വായിൽ നിന്ന് അങ്ങനെ അങ്ങ് വന്നു പോയത്, എനിക്കത് നല്ല റിഗ്രറ്റ് ഉണ്ട്, അവളെ ഞാൻ അങ്ങനെ വിളിച്ചതില്ലെന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ടായിരുന്നു, നീ ഇപ്പൊ സോറി പറയേണ്ട കാര്യം പിന്നീട് പോയി പറയേണ്ട കാര്യം ഇല്ല. കാരണം ഓൾറെഡി നീ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞപ്പോ തന്നെ അത് ഓക്കെ ആണ്. പിന്നെ നീ അവളെ മാത്രമല്ലല്ലോ വിളിച്ചത്, മൊത്തത്തിൽ ഇങ്ങനെ ദേഷ്യം വന്നപ്പോ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അക്ബർ പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ റിയൽ ആയിട്ടാണ് നിൽക്കുന്നത്, അതിപ്പോ ആരെ കണ്ടാലും കുഴപ്പമില്ല. ഞാൻ ചിലപ്പോൾ കാണുന്നവർക്ക് ഞാൻ പോയി ഇങ്ങനെ മിണ്ടുന്ന എടുക്കുന്നൊക്കെ തോന്നും, പക്ഷെ അതെനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ദേഷ്യം വരുമ്പോ ഞാൻ പറഞ്ഞാലും പിന്നീട് ഞാൻ പോയി സോറി പറയുന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ വിലക്കേണ്ട കാര്യമില്ലായിരുന്നു. അല്ല, അക്ബർ പറഞ്ഞത് ശരി, ഓൾറെഡി സോറി പറഞ്ഞു, പിന്നെ ഇങ്ങനെ പുറമേ നടന്ന സോറി പറയേണ്ട കാര്യം ഇല്ലല്ലോ. പിന്നെ ഓരോരുത്തരുടെ നേച്ചറാണ് അത്. അപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജിഷൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അക്ബർ ശരത്തും കൂടി ഇവിടെ നിന്ന് പറയുന്നത് കേട്ടോ, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വിളിക്കാൻ പറ്റൂല, ഞങ്ങളുടെ ഗ്രൂപ്പ് വിളിക്കാൻ പറ്റൂല, ഞങ്ങൾ ഇങ്ങനെ തന്നെ നിൽക്കും എന്നുള്ളത് ക്ലിയർ ആയിട്ട് അവരവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആ വലിയ വഴക്ക് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. എന്റെ പൊന്നെ, അതെങ്ങനെ പറയണോന്ന് പോലും അറിയാൻ വയ്യ കേട്ടോ. ഓൾറെഡി നമ്മളൊരു വീഡിയോ ഇട്ടിട്ടാണ്, ലൈവ് റിവ്യൂ ഇട്ടതാണ്. അത് പറയാനാണ് ഒരു ബുദ്ധിമുട്ടുണ്ട്. കാര്യം അത്രയ്ക്ക് ഒരു നെഗറ്റീവ് കണ്ടന്റ് ആണ് അത്. നമുക്കൊരു അത് പറയാൻ തന്നെ അല്ല, പലരും ചോദിക്കുന്നുണ്ട് സ്ട്രാറ്റജി യൂസ് ചെയ്യാലോ, സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ വേണ്ടിട്ടല്ലേ ഇരിക്കണേ. സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ അത് പേഴ്സണൽ ആയിട്ട് പോയിട്ട് ഒരാളുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ചീപ്പാണ് കേട്ടോ. ആരാണെങ്കിലും അനുവിന്റെ അല്ലാത്തുള്ള ഗെയിമൊക്കെ ഓക്കെ, കാരണം ഇതെല്ലാം അനു ഇത് കണ്ടിട്ടില്ല. അനു കണ്ടു എന്ന് പറയുന്നെങ്കിലും ഞങ്ങളുടെ ചോദ്യം, പുതപ്പിനടിയിൽ നടക്കുന്ന കാര്യം അനു എങ്ങനെ കാണാം? അവരുടെ കൂടെ പുതപ്പിനടിയിൽ ഉണ്ടായിരുന്നോ? അനു ഇല്ല, അത് കണ്ടിട്ടും ഇല്ല. അനു കണ്ടിട്ടുണ്ട്, കണ്ടു എന്ന് വാദിക്കുന്നു പറയുന്നത് ഇവരിങ്ങനെ അടുത്തോട്ട് പോയി എന്ന് പറയുന്നതേ വാദിക്കുന്നുള്ളൂ. അല്ലാതെ ഇങ്ങനെ കണ്ടെന്ന് അനു പറയുന്നത് എങ്ങനെ ഒരു ഇതും ഇല്ല. അല്ലെങ്കിൽ ഇങ്ങനെ ക്യാമറ കാണാം, അനു കണ്ടെങ്കിൽ ക്യാമറയിലും കാണാൻ പറ്റും. അനുവിന്റെ തല ഇവിടെ ആണെങ്കിൽ ക്യാമറ അതിന്റെ ഇപ്പുറത്താണ് നിൽക്കുന്നത്, ടോപ്പിൽ നിന്നാണ് സുഖമായിട്ട് കാണാൻ. അല്ല, നമ്മള് മറ്റേ അനു കിറ്റിന്റെ കാര്യത്തിന് ഗിസേലിനെ പോയി വിളിക്കുമ്പോ നമ്മള് സൂം ചെയ്ത് കാണിച്ചല്ലേ, ഗിസേലിന്റെയും ആര്യന്റെയും തല നമ്മൾ കണ്ടല്ലേ. അപ്പൊ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതും ഇതേ രീതി കാണിക്കട്ടെ. അതല്ല, എന്തായാലും ക്യാമറ ഉണ്ട്, എന്തായാലും അറിയാൻ പറ്റും. പക്ഷെ ഇതൊരു ഗെയിം, ഇത് സംസാരിക്കുന്നത് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അല്ല, നമുക്ക് ഗെയിം കളിക്കാം, എന്തും എടുത്തിട്ട് നമുക്ക് ഗെയിം കളിക്കാം. പക്ഷേ ഒരു 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 എത്തിക്സ് ഉണ്ട് ഗെയിം കളിക്കുന്നതിൽ. നമ്മൾ എടുത്തിടേണ്ട ചില കാര്യങ്ങളുണ്ട്. വീട്ടിലുള്ളവരെ വെച്ച് പറയുക, വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട്, അതായത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് എടുത്ത് ഇപ്പൊ മസ്താനി ഒന്നും സംസാരിക്കുന്നില്ല, അതും അത്ര മോശം ഇതാ. രണയുടെ ഗെയിം അത്ര ശരിയല്ല, ഇഷ്ടമല്ല. രണ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര ഇതൊക്കെ സംസാരിച്ചിട്ടുണ്ട്, വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
പക്ഷെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എടുത്ത് വെച്ച് ഈ സംസാരിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആര്യൻ അവിടെ ഇരുന്ന് സംസാരിച്ചു വിളിക്കുമ്പോൾ പൊടി വേസ്റ്റ് എന്ന് വിളിക്കുന്നു അനുവിനെ. അപ്പൊ അനു അവിടെ പറയുന്നത് പോടാ കാണുന്നുണ്ടല്ല പോടാ അലവലാതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനു പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ആര്യൻ അതിന്റെ ഇടയ്ക്ക് കുറച്ച് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആര്യൻ പറയുന്നുണ്ട് കാണാത്ത കാര്യം സ്പ്രെഡ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ നെവിൻ പറയുന്നുണ്ട് ആര്യനും ഗിസയിലും ഒരുമിച്ച് കിടന്നിട്ട് എന്തോ കണ്ടു എന്നാണ് അനു പറയുന്നത്. അത് എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ജിഷൻ അവിടെ നിന്ന് പറയുന്നുണ്ട് തെറ്റ് ചെയ്തെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലല്ലോ, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ലെന്നു. അപ്പൊ അക്ബർ പറയുന്നുണ്ട് അത് പറയാൻ പറ്റൂല, തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കണ്ട എന്ന് പറയാൻ പറ്റുള്ളൂ, കാരണം ഇതൊരു പബ്ലിക് ഷോ ആണ്, ഇവിടെ എല്ലാരും കാണുന്നതാണ്. ഇങ്ങനെ പോകുന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു ഏതെങ്കിലും ഒരു ആംഗിൾ തന്നെ വേറെ രീതി പല രീതിയിലും പോകും. നമ്മൾ ബിഗ് ബോസ് കാണിക്കുന്ന രീതി അനുസരിച്ചിരിക്കും എന്നുള്ളത് നമുക്ക് നേരത്തെ മുൻകൂട്ടി മുന്നേ അറിയാവുന്നതാണ്, മുൻപ് സീസണിലും അറിയാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ അനുവും മസ്താനും കൂടെ മാറി സംസാരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട്, നീ കണ്ടിട്ടില്ലേന്ന് നോക്കുമ്പോൾ മസ്താനി പറയുന്നുണ്ട് ഞാനും കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അനു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അവരെല്ലാം ഒരുമിച്ച് ഇരിക്കുകയും കിടക്കുകയൊക്കെ ചെയ്തില്ല, നമ്മൾ കണ്ടിട്ടില്ലേ, എന്തായാലും ഞാൻ പറയാന്ന് പറഞ്ഞത്. അങ്ങനെ വീട്ടുകാരെല്ലാരും കൂടി ഇരിക്കുമ്പോൾ അനു എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇവര് അമ്മ ഒരുമിച്ചിരുന്ന് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവര് വീട്ടുകാരെ ചോദിക്കുന്നുണ്ട് ഇത് എന്താണ് ഇപ്പൊ പറയാൻ എന്താ കാര്യമൊന്നും അറിയണമല്ലോ. അപ്പൊ പിന്നെ ആര്യൻ അമ്മയെ വിളിച്ചുകൊണ്ടാ പറയുന്നത്. അത് ശരിയാണ്, ആര്യൻ അമ്മയെ പറഞ്ഞ എന്തോ ഒരു വേർഡ് അനുവിനെ ചീത്ത പറഞ്ഞിരുന്നു, അത് വളരെ മോശമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഫാമിലി വെച്ചുള്ള ഈ ഗെയിം കളിയും പിന്നെ അതേപോലെ ഇമാതിരിയുള്ള ചീപ്പ് ഗെയിം കളി അതൊന്നും നല്ലതല്ല. അത് ഈ സീസണിൽ ഇത്രയും വന്നേക്കുന്നത്, ഇത്രയും ചീപ്പ് സ്ട്രാറ്റജി ആയിട്ട് ഇത്തവണത്തെ സീസണിൽ ഇഷ്ടം പോലെ വരെ വന്നേക്കും. അതെ, അപ്പോഴത്തേക്ക് നമ്മുടെ അനു പറയുന്നത് ഞാൻ കണ്ടത് എന്റെ ബെഡി കിടന്ന് എനിക്ക് നന്നായിട്ട് കാണാം, ഒരു ആണും പെണ്ണും കാണിക്കാൻ പാടില്ലാത്ത അവര് കാണിച്ചത് അവർ അടുത്തടുത്ത് വരുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ശൈത്യ ചോദിക്കുന്നുണ്ടോ ഒരു ആണും പെണ്ണും കാണിക്കാൻ പാടില്ലാത്ത എന്താണ് നീ കണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അനു പറയുന്നുണ്ട് ഇവർ ഒരുമിച്ച് കിടങ്ങും, ഞാൻ നോക്കുന്നുണ്ടോന്ന് നോക്കും, എന്നിട്ട് എല്ലായിടത്തും ഞാൻ നോക്കും, എന്നിട്ട് ആരും ഇല്ലെന്ന് അറിയുമ്പോൾ ആര്യന്റെ അടുത്തടുത്തോട്ട് പോവും, ആര്യൻ ഗിസലിന്റെ അടുത്തടുത്ത് പോവും, അപ്പൊ ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ച് കിടന്നത്, ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല, ഞാൻ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവര് പിന്നെയും അത് വഴക്കുണ്ടാവുകയാണ്. ഈ കാര്യം പറയുമ്പോഴത്തേക്ക് ജിഷൻ വന്നിട്ട് പറയുന്നു ആ പൗച്ച് കാണാത്ത ഡെയിലി കാര്യമാണോ പറഞ്ഞത്. അപ്പൊ അനു പറയുന്നു അതെ അത് ഞങ്ങൾ കണ്ടത്, അതുള്ളതാ ഏതുള്ളതാ, നമ്മൾ ആരെങ്കിലും കണ്ടോ? അന്ന് പൗച്ച് ചെയ്യുന്ന സംഭവത്തിൽ നിങ്ങൾ എല്ലാരും കണ്ടായിരിക്കും. അന്ന് അനു പൗച്ച് ചോദിക്കുന്നത് ആരും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തിരിയുന്നതും കണ്ടതാണ്. അപ്പൊ അത്രയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ലൈവിലും ഏതാണ്ട് ആ സീനൊക്കെ കണ്ടിട്ടുള്ളൂ, അല്ല പ്രത്യേകിച്ചൊന്നും കാണിച്ചിട്ടല്ലോ, അല്ലെങ്കിൽ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും വന്നിട്ടില്ല. അപ്പം അത് പക്ഷെ ജിഷിൻ ഇത് വന്ന് ഇവിടെ പറയുമ്പോഴത്തേക്കും ബാക്കിയുള്ളവരെല്ലാം അങ്ങ് കൺഫ്യൂസ്ഡ് ആയി. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അനു എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ ഇവർ ഒരുമിച്ച് കിടന്ന് കിസ് ചെയ്തു, കാണിക്കാൻ പാടില്ലാത്ത വേറെ പലതും കാണിച്ചു എന്നാ അത് സെക്സ് അല്ല, ഉമ്മ കൊടുത്തു, വേറെ എന്തൊക്കെയോ കാണിച്ചു. ഇതിന്റെ ഇടയ്ക്ക് ജിഷിൻ എണീറ്റ് വന്നിട്ട് പറയുന്നത് എന്താന്ന് വെച്ചാല് പൗച്ച് കൊടുക്കുന്ന ദിവസം ഇവർ ഒരുമിച്ച് കിടക്കുന്ന മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, വേറെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ജിഷൻ പറയുന്നു ഞങ്ങൾ കണ്ടു. അപ്പോഴത്തേക്ക് ഇത് എന്തായി മാറും? ഉമ്മ കൊടുത്തു എന്നുള്ളതും ബാക്കിയുള്ളവരെല്ലാം ഇത് വെളിയിൽ പോയിട്ടുണ്ടോ ഉമ്മ കൊടുത്തത്. അപ്പോഴത്തേക്ക് അവരും കൺഫ്യൂസ്ഡ് ആയി. അപ്പൊ അവരും ഇപ്പൊ അങ്ങും ഇങ്ങും രണ്ടുപേരും ഉറപ്പിച്ച് പറയുന്നത് അങ്ങും ഇങ്ങും തടാത്ത രീതിയിൽ നിൽക്കുവോ ഇപ്പൊ എല്ലാരും കൂടി. അത് കഴിഞ്ഞാണ് ഇതൊന്നും പറയാനില്ല, സെയിം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ ആരും പറയുന്നുണ്ട് പ്രൂഫ് ഉണ്ടോന്ന്. അപ്പൊ അനു പറയുന്നുണ്ട് പ്രൂഫ് ഉണ്ട്, ക്യാമറയിൽ പതിഞ്ഞാണ് ഞാൻ കണ്ടത്. അപ്പം നെവിൻ ക്ലിയർ ആയിട്ട് നോക്കി നീ കണ്ടോ? അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ കണ്ടു എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. കൊള്ളായിരുന്നു, നിനക്ക് എന്തോ അഭിപ്രായം? ഇതെല്ലാം വിളിച്ചിരുത്തി, പക്ഷെ എനിക്ക് ആ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത് ഉടനെ ജിഷൻ പറയാം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. എന്തുവാ ജിഷനെ? അതെ, എന്തിനാ അതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കണം? എനിക്ക് മനസ്സിലാവുന്നില്ല, അതെങ്ങനെ കാണിക്കാൻ തോന്നുന്നുള്ള കാര്യമാണ്. അല്ല, ഇത് കേട്ടോടനെ അനു മസ്താനും കിടന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ, പുതപ്പിന്റെ അടിയിൽ കിടന്ന് കാണിക്കും. ഇതൊന്നും കാണിക്കാൻ വയ്യാത്ത അക്ബർ എണീറ്റ് പോകുന്നുണ്ട്. അത് കാണിക്കുന്നിടയിൽ അനു പറയുന്നുണ്ട് ഇത് വേറെ വഴിയില്ല, നിങ്ങൾ എല്ലാരും കൂടി നിർബന്ധിക്കുന്നതിന്റെ പേരിൽ. ഉടനെ ആര്യനെ ഭയങ്കര വിഷമമായിട്ട് ആര്യൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ആര്യൻ ഉടനെ പറയുന്നുണ്ട് മോനെ നിന്റെ അഭിനയം അടിക്കല്ലേ, ഓവർ ആക്ടിങ് ഒന്നും കാണിക്കില്ല. അതെന്താ ആര്യൻ കരയുമ്പോ അഭിനയമാണ്, ഗിസേൽ കറിഞ്ഞ അഭിനയമാണ്, അനു കരയുമ്പോ മാത്രം അത് ഒറിജിനൽ ആണ്. ഇപ്പൊ പിന്നെ കരച്ചിലില്ലല്ലോ അല്ലേ? അതെ, അപ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ശരത്ത് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കാണണ്ട, അവര് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസം, ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തില്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞിട്ട് ശരത്ത് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉടനെ അനു അവിടെ നിന്ന് പറയുന്നുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവര് കല്യാണം കഴിച്ചോട്ടോ, ആർക്കാ പ്രശ്നം? ഇത് കല്യാണക്കാരി അല്ല മോളെ.
പറയുന്നത്. കല്യാണക്കാരിയല്ല പറയുന്നത്, നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. കണ്ടു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ഒരാളെ അലിഗേഷൻ ഇടുവാണ്. അതായത് അവര് തമ്മിൽ ഒന്ന് 21 വയസ്സ് പ്രായമുള്ള ഒരു പയ്യനും ഒന്ന് 32 വയസ്സില്ലേ ഗിസേലിന്, അത് ചെയ്തു എന്നുള്ള സ്റ്റേറ്റ്മെന്റാ പറയുന്നത്. കല്യാണക്കാരി ഇതൊന്നും അല്ല, അതും ഇത്രയും വലിയൊരു ഷോ. അതും ക്ലിയർ ആയിട്ട് കണ്ടു. അത് കിസ്സിങ് മാത്രമല്ല പറഞ്ഞത്, വേറെ പലതും കണ്ടു എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സ്റ്റേറ്റ്മെന്റ് അല്ല, ഞാൻ ആലോചിക്കും ഇത് ലാലേട്ടൻ എന്തോ എങ്ങനെ പ്രൂവ് ചെയ്യാൻ ഈ പറയുന്നത് പുതപ്പിന്റെ അടിയില്. എനിക്ക് എന്തോ പറയുന്നത് ഞാൻ അല്ല, ഇത് എന്തോ കാണിക്കാ വീഡിയോ എനിക്കറിയാൻ വയ്യ. പിന്നെ ഇനി പുതപ്പിന്റെ അടിയിൽ ഉണ്ടായാൽ തന്നെ അവര് പ്രായപൂർത്തിയായവര് ആരെയും കാണിച്ചോണ്ടല്ല ചെയ്തേക്കുന്നത്. അനുമോള് ഒളിഞ്ഞു അല്ല, വൈകാടായിട്ടുള്ളവരൊക്കെ അനുവിന് സപ്പോർട്ടാണ് കേട്ടോ. എല്ലാരും അനുവിന് സപ്പോർട്ടാണ്. ഇവരൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. എന്നിട്ട് ജിഷൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവര് കിടക്കുന്നതേ കണ്ടുള്ളൂ, അതിന് ഇല്ല കണ്ടില്ല. അല്ല, കിസ് ചെയ്തിട്ടുണ്ട് കണ്ടോന്നല്ല, കണ്ടില്ല. കാരണം അതിന് മുമ്പേ അത് നടന്നതാ. നമ്മളെ കിസ് ചെയ്യുന്ന കാണിക്കാൻ പാടില്ലെന്ന്, അതായത് ഫാമിലി ഓഡിയൻസിന് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ളതാ കണ്ടിരുന്നത്. അതെന്താ ബിഗ് ബോസ് വീഡിയോ ഇട്ട് ജിഷന് കൊടുത്തോ ഇതിനുമുമ്പ് കിസ് ചെയ്യുന്നത്? കണ്ടോന്ന് എനിക്കറിയാൻ വയ്യ, എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മൾ കാണാത്തവരൊക്കെ ഈ വൈക്കാർഡുകൾ കണ്ടോ? അത് എനിക്കറിയാൻ വയ്യാത്തത്. നമ്മൾ കാണാത്ത ഏത് സീനാ ഇവര് കണ്ടതെന്ന് എനിക്ക് മനസ്സിലാവില്ല. പിന്നെ ഈ കിടക്കുന്നതിന്റെ പ്രശ്നമാണെങ്കിൽ ഇവിടെ ബാക്കിയുള്ളവരും കിടക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പല സീസണിലും കിടന്നിട്ടുണ്ട് ഇല്ലേ, ആ ബോയ്സും ഗേൾസും എല്ലാം കിടന്നിട്ടുണ്ട്. അതേപോലെ മിണ്ടിയിട്ടുണ്ട്, ഒരു മേളി കിടന്ന് മറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല സീനും ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ തവണ അറിയാം നിങ്ങക്ക്, ജാസ്മിനും അവന്റെ പേരെന്തോ, ജാസ്മിന്റെ കൂടെയുള്ള ഗബ്രിയും കൂടി എന്തോ ഒരു അടുപ്പായിരുന്നു കാണിച്ചത്. അവരെന്ത് രീതിയിലൊക്കെ നടന്നത്. അപ്പൊ ഇല്ലാത്ത പ്രശ്നങ്ങളാണല്ലോ ഇപ്പൊ. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ബോയ്സും കൂടെ ഒത്തു ചേർന്നിട്ട് നമ്മുടെ ജിഷനെ എടുത്തിട്ട് വർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞ് എന്തോ അർത്ഥത്തിലാണ് പറഞ്ഞതെന്നൊക്കെ പറയാതെ ജിഷനെ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട്. അതിലെല്ലാരും ഒത്തു ചേർന്നിട്ടുള്ള ഷാനവാസ് ഉൾപ്പെടെ ചേർന്നിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണിയിൽ പറയുന്നുണ്ട്, അക്ബറും തമ്മിലിരുന്ന് പറയുന്നുണ്ട്. അപ്പൊ ഉണിയിൽ പറയുന്നുണ്ട് അവള് കണ്ട അവളുടെ കാഴ്ചപ്പാട് പറയുന്നത്, അത് അക്സെപ്റ്റ് ചെയ്യുക വേണ്ടെന്നുള്ളത് നമ്മുടെ ഇതല്ലേ എന്ന് പറയുമ്പോഴത്തേക്ക് അക്ബർ പറയുന്നുണ്ട് അവള് എന്തെങ്കിലും ഇവർ ഒരുമിച്ചെടുക്കുന്ന കണ്ടു കാണും, അതിൽ ഈ മാനിപ്പുലേഷൻ കൊണ്ടുവരേണ്ട കാര്യം ഇല്ലല്ലോ, ഇട്ട് കൂട്ടി കൊണ്ടുവരുന്നുണ്ട്, അപ്പൊ അതിന്റെ കാര്യം ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ഇവര് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അനുവും ലക്ഷ്മിയും കൂടി ഒന്ന് സംസാരിക്കുമ്പോഴും ലക്ഷ്മി പറയുന്നുണ്ട്, ഇവിടെ ലൈവില് പറയുന്നുണ്ട്, ഇവിടെ ലോകം മൊത്തം കണ്ടതാ, ഇപ്പൊ കാണിച്ചു കൂട്ടുന്നതിലും കണ്ടതാ, അവന്റെ ആ ഒരു വിരളിയും കാണിപ്പും കാണുമ്പോൾ തന്നെ അറിയാലോ നമുക്ക്, അതുകൊണ്ട് ഇനി കൂടുതൽ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നേ നല്ലതെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നൂറയും ഷാനവാസും ഒണിയിലും ഗിസയിലും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട്, ഗിസലിന്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ചിലപ്പോ കളിക്ക് ഇവന്റെ കൂടെ ചേർന്ന് എടുക്കുന്നതൊക്കെ കണ്ടപ്പോ അത് ചിലപ്പോ അവൾക്ക് സീരിയസ് ആയിട്ട് അത് പോയതായിരിക്കും എന്ന് പറയുമ്പോൾ ഒണിയിൽ പറയുന്നത് അങ്ങനെ ആ ഒരു രീതിയിലാണ് അനു ചിന്തിക്കുന്നെങ്കിൽ അത് അവളുടെ തെറ്റാണെന്ന് ഒണിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഷാനവാസ് പറയുന്നുണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല, കാരണം അവളുടെ തെറ്റെന്ന് പറഞ്ഞാൽ നമുക്കത് വിടാൻ പറ്റില്ല. കാരണം പുറത്തുനിന്ന് കാണുന്ന രണ്ടുപേര് ഈ രീതിയിൽ ചിന്തിച്ചാൽ മതി, ഇവള് പറയുന്ന കേട്ടിട്ട് അത് മോശമാവുമല്ലോ. അപ്പൊ ഗിസയില് പറയുന്നുണ്ട് ഷുവറായി കണ്ടെന്ന് പറയുന്ന കിസ് ചെയ്ത് കണ്ടെന്നൊക്കെ പറയുന്ന അത് ഷുവറായിട്ട് അങ്ങ് പറയുവാണ്, കണ്ടെന്ന് തന്നെ പറയുവാണ്. അപ്പം അത് അനുമോള് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ക്യാമറയിലും വരും, അത് 100% ഉറപ്പാണ്. ക്യാമറ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തിട്ട് കാണിക്കാൻ പറ്റുമോ? ലാലേട്ടൻ എന്തോ പറയുന്നത് എനിക്കത് അറിയാൻ വയ്യാത്തത്. ലാലേട്ടൻ പറഞ്ഞത് പുതപ്പിനടി നിങ്ങൾ എന്തോ ചെയ്തത്, കിസ് ചെയ്തോ അതോ വേറെ വല്ലതും ചെയ്തോ? ഇത് കഴിഞ്ഞിട്ട് അക്ബറും സാബുമോനും ബിന്നിയും രണ ഫാത്തിമയും കൂടെ ഒന്ന് പറയുന്നുണ്ട്. ഇവരെല്ലാം പറയുന്ന സെയിം തന്നെ, കാരണം അവര് ഫ്രണ്ട്സ് ആണ്. അപ്പം ലോകത്തിന് മൊത്തം അതറിയാം, ഇനി ബാക്കിയുള്ളൊരു ലോകം തന്നെ ചിന്തിക്കട്ടെ, അവര് വില ഇരുത്തട്ടെ എന്നുള്ള രീതിയിലാണ് ഇവരും പറയുന്നത് കേട്ടോ. എന്നിട്ട് നൂറ, ശൈത്യ, ആദില, അഭിലാഷ് എല്ലാം കൂടി ഇരിക്കുമ്പോൾ നൂറ പറയുന്നുണ്ട് അനു 100% ഉറപ്പായും കണ്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവർ കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അപ്പോഴത്തേക്ക് ശൈത്യ പറഞ്ഞു വേണ്ട വേണ്ട നമ്മളൊന്നും മിണ്ടണ്ട, ലാലേട്ടൻ വന്ന് കാണിക്കട്ടെ ഇതുള്ള ശരി ആരുടെ ഭാഗത്താന്ന് ചോദിച്ചാൽ അപ്പൊ മാത്രം നമുക്ക് സംസാരിച്ചാൽ മതി, അറിയാതെ ഒന്നും എന്നെ പറ്റി സംസാരിക്കണ്ടെന്ന് പറയുന്നത്. അപ്പൊ ആദില പറയുന്നുണ്ട് പക്ഷെ പുറത്ത് ആൾക്കാർ പറയുന്നുണ്ടല്ലോ ഇത്ര ഷുവറായിട്ട് കണ്ടു എന്നുള്ളത്, അപ്പൊ നമുക്കൊരു ഡൗട്ട് വരത്തില്ലേ എന്ന് അതിൽ ചോദിക്കുന്നുണ്ട്. കറക്റ്റാ, അതാ ജിഷിന്റെ ഒറ്റ ഡയലോഗും പിന്നെ ബാക്കിയുള്ളവർ കൊടുക്കുന്ന സപ്പോർട്ടും കണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അഭിലാഷം എന്നിട്ട് പറയുന്നത് പക്ഷെ അവള് അനു ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ അവക്കല്ലേ നെഗറ്റീവ് വരൂ, പിന്നെ വേറെ അതുകൊണ്ട് അനു വല്ല തെറ്റിദ്ധരിച്ചാണോ ഇനി അതും പറയാൻ പറ്റത്തില്ല. ഇവരിനി കിടക്കുമ്പോ വല്ല നമ്മള് അടുത്തോട്ടോ വല്ല അങ്ങനെ തെറ്റിദ്ധരിക്കാൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്.
തെറ്റിദ്ധരിച്ചേ ആവാം. അങ്ങനെ തെറ്റിദ്ധരിച്ചെങ്കിൽ കണ്ടു ഉറപ്പാണെന്ന് പറയരുത്, അത് മിസ്റ്റേക്ക് ആണ്. അതെ. അപ്പോഴത്തേക്ക് 100 അതിലെ പറയുന്നുണ്ട് അവനും 100% അങ്ങനെ ഇല്ലെന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇവര് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗിസയിലും ഒണിയിലും തമ്മിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഗിസയിൽ പറഞ്ഞു ഞാൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ലായിരുന്നു, ഞാനിങ്ങനെ ഇവിടെ കിടക്കായിരുന്നു, അപ്പോഴാണ് ഒന്ന് പറഞ്ഞു അനു ഇങ്ങനെ ഞങ്ങളെ ചേർത്ത് പറയുന്നതെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോ ഒനിയില് പറയുന്നുണ്ട് ഇത് 2025 ഇത് നമ്മൾ ഈ ബിഗ് ബോസിൽ ഇരിക്കുമ്പോ ഇവിടെ ഒരു ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട്, സിംഗിൾസ് ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ എന്താണ് അവരുടെ ആ ഒരു ജെൻഡർ എന്ന് വെളിപ്പെടുത്താതെ നിൽക്കുന്ന ഒരാളുണ്ട്, അതായത് ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിൽക്കുന്ന ആളുണ്ട്. അങ്ങനെ പലരും ഉള്ളൊരു ഇതാ. അപ്പൊ നമ്മൾ ഫോർവേഡ് ആയിട്ട് ചിന്തിക്കേണ്ട സ്ഥലത്ത് ഇങ്ങനെ വന്ന് കിസ് ചെയ്തു എന്ന് പറയുമ്പോ തന്നെ അത് ഇതല്ലല്ലോ. പിന്നെ അനു മാത്രം പെർഫെക്റ്റ്, ബാക്കിയുള്ളവരെല്ലാം മോശം, അതായത് അക്ബറിന്റെ നോട്ടം ശരിയല്ല, കിടപ്പ് ശരിയല്ല, അങ്ങനെ ഓരോ കാര്യങ്ങൾ അവളിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആര്യം വന്നിട്ട് പറയുന്നുണ്ട് ഇത് ഞാനിനി അവളുടെ അടുത്ത് ഗിസലിന്റെ അടുത്ത് അധികം മിണ്ടുന്നില്ല, കാരണം ഗിസലിന് അത് ബാഡ് ഒരു ഇതായിട്ട് പോത്തേ ഉള്ളൂ എന്ന് പറയുമ്പോഴത്തേക്ക് ഓണയിൽ പറഞ്ഞത് അത് അവളുടെ എന്താ പറയണ, അത് അവൾക്ക് പ്രൂഫ് അല്ലല്ലോ, അവൾ അതങ്ങനെ പറഞ്ഞു എന്നല്ലേ ഉള്ളു, അത് അവളുടെ പ്രൂഫ് അല്ലല്ലോ എന്ന് പറയുന്നു. അസംഷൻ ആണല്ലോ, അത് പ്രൂഫ് അല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അക്ബറും ശരത്തും ആര്യനും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ആര്യം പറയുന്നുണ്ട് എനിക്ക് ഇടയ്ക്ക് തോന്നുന്നത് ഗെയിമാണ്, ബട്ട് നല്ല ഇടിക്കാൻ അവള് തോന്നുന്നുണ്ട്, എന്തൊരു ഡ്രാമയെ കാണിക്കുന്നത്, എന്നിട്ട് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കരഞ്ഞു കാണിക്കും എന്നും പറഞ്ഞിട്ട് അക്ബറും ശരത്തും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ അനുവിന്റെ ഗെയിമിനെ പറ്റി പറയുന്നുണ്ട്. അത് അനുവിന്റെ ഗെയിമിനെ പറ്റി പറയട്ടെ, അനുവിന്റെ ഗെയിമിന്റെ സ്ട്രാറ്റജിയാണ്, അനു അത് അങ്ങനെ കളിക്കുന്നത്, അത് തെറ്റൊന്നും നമുക്ക് കുറ്റം പറയാനും പറ്റത്തൊന്നുമില്ല, അത് അവർക്ക് വേണമെങ്കിൽ അത് ഒപ്പോസ് ചെയ്യാം, അത്രേ ഉള്ളൂ. അതെ. ഇതൊക്കെ കഴിഞ്ഞ് രണ, ഗിസേൽ, നൂറ, അതിലെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ നൂറ പറയുന്നുണ്ട് ഇന്നത്തെ വിഷയത്തിൽ ഞാൻ കൺഫ്യൂസ്ഡ് ആണ്, അവളും 100% പറയുന്നുണ്ട്, നിങ്ങളും 100% പറയുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഗിസേൽ പറയുന്നുണ്ട് ഇത് ഒരു റിയാലിറ്റി ഷോ ആണ്, അപ്പൊ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണേണ്ടത്, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രൂവ് ചെയ്യണം, പക്ഷെ ഫേക്ക് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോന്ന് പറയാൻ പാടില്ലല്ലോ. അപ്പോ എന്താന്ന് വെച്ചാൽ അത് പ്രൂവ് ചെയ്യട്ടെന്നോ. അപ്പൊ നൂറ് പറയുന്നുണ്ട് ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾ കിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ പ്രശ്നമൊന്നുമില്ല, കാരണം ഇവിടെ ഒരു നിങ്ങൾക്ക് തമ്മിൽ സമ്മതമാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. അപ്പൊ ഗിസേല പറഞ്ഞ അങ്ങനെയല്ല, ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞത്, അപ്പം അത് തെളിയിക്കുക തന്നെ വേണം, എനിക്കിത് പ്രശ്നമാണ് എന്ന് തന്നെ നമ്മുടെ ഗിസേല് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അനുവും ആദിലയും കൂടി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട് അതായത് എന്താ പറയുന്നതെന്ന് വെച്ചാല് അനു ഇന്നലെ ഇന്ന് എപ്പോഴും ഈ ലൈവിലെങ്ങാണ്ട് ആദിലിട്ട് ഗിസലിന്റെ ഡ്രസ്സിങ് ഒക്കെ ചെറിയ ഡ്രസ്സൊക്കെയാണ് ഇടുന്നത് എന്നുള്ള രീതിയിൽ എന്തോ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദിൽ അതിന് വഴക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്ന് മസ്താനി ആ ഒരു കാര്യം മസ്താനി സെയിം കാര്യം ഇന്ന് വഴക്കിട്ടപ്പോ ഗിസൈലിന്റെ അടുത്ത് നോക്കി വിളിച്ചു പറഞ്ഞു എന്നാ പറയുന്നത്. അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അപ്പൊ ആദില് പറയുന്നുണ്ട് അത് പറയാതിരിക്കാൻ വഴിയില്ല, കാരണം നീ പറഞ്ഞ ഡയലോഗ് അത് നിന്റെ കയ്യിൽ നിന്ന് വന്ന ഡയലോഗ്, അത് നീ എന്തിനാ പറയാൻ പോയത്, നമ്മൾ അത് അപ്പോഴേ വിട്ടേലേ, കാരണം ഞാൻ അടങ്ങുന്ന ആൾക്കാർ അതേപോലത്തെ ഡ്രസ്സ് ഇവിടെ ഇടുന്നുണ്ട്, അപ്പൊ നീ ആ പറഞ്ഞത് ശരിയല്ല എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ അനുവിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്ക് അനു എണീറ്റ് പോകുന്നുണ്ട്. അപ്പൊ അനുവിന് ഉത്തരം മുട്ടി. അതെ, അനു അങ്ങനെ പറയുമ്പോ കൂടെ ഉള്ളവരും കൂടി ആലോചിക്കണം. അനു ഇപ്പൊ നല്ല കുട്ടി ആവാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അനുവിന്റെ ഒപ്പോസിക്കുന്നവരെ കുറ്റം പറയുമ്പോൾ കൂടെ ഉള്ളവരെ ബാധിക്കുന്നൊന്നും കൂടി നോക്കിയിട്ട് വേണം ഇതൊക്കെ പറയാം. ഒറ്റയ്ക്ക് മാത്രം ഗെയിം കളിച്ചാൽ പോരാ, കൂടെ ഉള്ളവരും കൂടിയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണം. അതെ, അപ്പോഴത്തേക്ക് അതായത് അനുവിന്റെ ഒരു ഗെയിം എന്താന്ന് വെച്ചാൽ അനു അങ്ങ് ഭയങ്കര പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ള എല്ലാരും മോശമാണ്. അല്ലെ ഇന്നും ഇത്രയും പേര് കൂടെ നിന്നിട്ട് ഞാൻ ഒറ്റയ്ക്കാ. അതെ, ഒറ്റയ്ക്കാവാൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് ഈ കളിക്കുന്നത്. അതെ. പിന്നെ വെച്ചാൽ ഗെയിമൊക്കെ എടുക്കുന്നുണ്ട് അനു ഇന്നലെ ഇത് ഈ ഒരു ടോപ്പിക്ക് ഇടണം അല്ലെങ്കിൽ സംസാരിക്കണം, അതേ ആര്യന്റെയും ഗിസൽ ഈ കിടക്കുന്ന ഈ ഒരു സംഭവം സംസാരിക്കണം എന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഇന്നലെ സംസാരിച്ചത്. ഇന്നും അത് തന്നെയാണ്. ഇന്ന് രാവിലെ ഓൾറെഡി അതിനടുത്ത് 100 പറയുന്നുണ്ട് ഇനി അവ എന്നാ ചൊറിയാൻ പറഞ്ഞാൽ ഞാൻ ഇത് എടുത്തിടൂന്ന്. പിന്നെ ഇത് എടുത്തിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ എന്റെ അമ്മയെ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു, പ്രേക്ഷകർ കണ്ടോണ്ട്. അങ്ങനെ ഒന്നുമല്ല, ഇത് ആള് പ്ലാൻ ചെയ്ത് തന്നെ ഇരുന്നത്. അതിലും മിസ്റ്റേക്ക്. അത് അഭിലാഷ് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഓൾറെഡി ഇന്നലെ സംസാരിച്ചായിരുന്നു, അല്ല അമ്മയെ പറഞ്ഞോണ്ട് മാത്രമല്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഇവിടെ അതില് പറയുന്നുണ്ട് ഇത് വേറെ ഒന്നും അല്ലടി, എണീറ്റ് പോയത് ഉത്തരം തരാനില്ലായിട്ടാ, ഇവിടെ 100% ഡ്രാമ കാണിച്ചതാണ്, മസ്താനിയുടെ ഡ്രസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തത് അനു തന്നെയാണെന്ന് മന്നെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ബെഡ്റൂമിൽ അനുവും
ആദിലയും നൂറയും കൂടെ ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അനു പറയുന്നുണ്ട് ഞാൻ പുറത്ത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല, ഞാൻ എന്തോ കള്ളം പറയുന്ന രീതി പറയുന്ന പോലെ തോന്നി, അതാ ഞാൻ എണീറ്റ് പോയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ പറഞ്ഞു നീ ഉള്ളതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മസ്താനി വന്നിട്ട് പറയുന്നുണ്ട് ശൈത്യ നിന്നെ ലാലേട്ടൻ നമുക്ക് ആദ്യത്തെ ഒരു വീഡിയോ കാണിച്ച ദിവസം തൊട്ട് നിന്നെ ബാക്ക് സ്റ്റബ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുവിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പുറത്തെ കാര്യം ഇങ്ങനെ പറയാവോ? അത് എനിക്കറിയില്ല, എന്നാലും എല്ലാവട്ടും പറഞ്ഞിട്ടുണ്ടല്ലോ, കഴിഞ്ഞ സീക്രട്ട് ഏജന്റും എല്ലാരും പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇത്രയും പറയാം, കുഴപ്പമൊന്നുമില്ല. ഓവർ ആകുമ്പോഴേ ഉള്ളൂ ബിഗ് ബോസ് മസ്താനി പറയുന്ന മൊത്തം പുറത്തെ കാര്യങ്ങളാണല്ലോ. അതെ അതെ, ലാലേട്ടൻ വന്ന് വാൺ ചെയ്യും എന്തായാലും മസ്താനി. അതെ, അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അനു പറഞ്ഞു ഞാൻ എന്റെ പ്രശ്നം അതാണ്, ഞാൻ എല്ലാരെയും അങ്ങ് വിശ്വസിക്കും എന്ന് പറഞ്ഞിട്ട് അനു പറയുന്നുണ്ട് ഇവിടെ നമ്മുടെ ശൈത്യയും ആദിലെ നൂറയും കൂടി ഇരിക്കുമ്പോ ശൈത്യ കരയുന്നുണ്ട്. അപ്പം അനുവിന്റെ എന്തോ മനസ്സിലാക്കിയിട്ട് അതിപ്പോ കരയും, കാര്യം കൂടെ നാളെ ചതിക്കുന്ന നമ്മള് വലിയ ഒരാൾ വന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും വിഷമം. അല്ല അനു പിന്നെ 2-3 ദിവസം ശൈത്യ കളഞ്ഞല്ലോ. അനുവിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അതെ, അതെന്തായാലും കൺഫേം ആയിരുന്നു. അപ്പോഴത്തേക്ക് ശൈത്യ പറയുന്നുണ്ട് ഞാൻ അപ്പം ആദില പറയുന്നുണ്ട് എന്റെ ബെഡിൽ വന്ന് കിടന്നാൽ മതി, നീ ഇനി അവിടെ കിടക്കണം. അപ്പൊ ശൈത്യ ഞാൻ ഇനി അനുവിന്റെ അടുത്ത് കിടക്കത്തില്ല, പിന്നെ ഇപ്പൊ ഇത്ര ആൾക്കാർ വന്നോണ്ട് എനിക്ക് വീണ്ടും അവിടെ പോയി കിടക്കേണ്ടി വന്നത്, ചിലപ്പോ റിയൽ ആയിട്ടായിരിക്കും. അന്നൊരിക്കലും അങ്ങാണ്ട് അനു പറഞ്ഞായിരുന്നത് ബെഡും ബെഡ്ഷീറ്റും എല്ലായിടത്തോണ്ട് പൊക്കോന്ന് അങ്ങാണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ റിയൽ ആയിട്ടായിരിക്കും, ഇനി എന്തായാലും കിടക്കില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ശൈത്യ കരഞ്ഞോണ്ട് പറയുന്നുണ്ട് കേട്ടോ. അടുത്ത അനുവും ഷാനവാസും കൂടി ഇരുന്ന് പറയുന്നുണ്ട്. അപ്പം ചുമ്മാ അതായത് അപ്പൊ ഷാനവാസ് പറയുന്ന അനുവിനെ നേരത്തെ തൊട്ട് അറിയാം, പേഴ്സണലായിട്ട് അറിയാം, അതുകൊണ്ടാണ് ചെറിയൊരു സോഫ്റ്റ് കോർണർ അനുവിനോട് എന്ത് കാണിച്ചാലും ഉള്ളതെന്ന്, കാരണം ഇവർ ഒരുമിച്ച് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ റെനയുടെ ബോയ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണോ, അതിനെല്ലാരും കൂടെ വിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഇത് കഴിഞ്ഞിട്ട് അനുവും ഒണിയലും കൂടെ ഇരുന്ന് രാത്രി ഒണിയലിനും അഭിലാഷും കൂടെ കിടക്കുമ്പോൾ അനു വന്നിട്ട് പറയുന്നുണ്ട് ആരെയും വന്ന് എന്നെ ഇടിക്കുക. അതായത് നേരത്തെ നടന്ന സംഭവം പറയാനുള്ള എന്താണെന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് കേട്ടോ. അതായത് ആരും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് അറിയാത്ത രീതി ഇങ്ങനെ ഇടിക്കും, ഞാൻ തിരിച്ച് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയും. കാരണം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കൊടുക്കുമ്പോൾ എന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആരും ചെയ്യുന്നത് എന്റെ അമ്മയെ പറഞ്ഞോളാം ഞാൻ അല്ലെങ്കിൽ ഞാൻ പറയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഒണീനും അഭിലാഷും കൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ പറഞ്ഞ കാര്യത്തിന് പ്രൂഫ് ഉണ്ടോ, അപ്പോ നിനക്കത് തെളിയിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഉടനെ അഭിലാഷ് പറയുന്നുണ്ട് തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ നിനക്ക് നേരെ ഉള്ളത് ആയുധമായിട്ട് തിരിച്ചിട്ട് വരും. അതായത് ഒരു നമ്മൾ തൂക്കിക്കെട്ടിയ വാളെന്ന് പറയത്തില്ല തലയ്ക്ക് മേളില്, ആ സെയിം സാധനമാണ് ഇപ്പൊ അനു ഇപ്പൊ ചെയ്തേക്കുന്നത്. അത് ഇനി ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോ അറിയാം വാള് വീഴുവോ അല്ലെങ്കിൽ വാൾ അവിടെ തന്നെ കെട്ടി നിൽക്കുവോന്ന്. പിന്നെ ഇതിൽ നമ്മൾ കമന്റ്സ് കണ്ടില്ല, ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, സപ്പോർട്ട് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ 2 പക്ഷമാണ് ഉള്ളത്. അത് അനു ഫാൻസ്, അനു ഫേവറേറ്റ്സ് ഉള്ളവരുണ്ടല്ലോ, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇത് ഗെയിമായിട്ട് എടുക്കാം എന്നുള്ളതാണ്. പക്ഷെ ഇത് ഗെയിമായിട്ട് എടുക്കാന്നുള്ള ഇത് ഓക്കെ, ഗെയിമായിട്ട് ചിലവർക്ക് എടുക്കാം. പക്ഷെ നമുക്ക് ഒരു എത്തിക്സ് ഉണ്ടല്ലോ, അതായത് ഒരു ഫാമിലി വെച്ച് പറയുന്നതാണെങ്കിലും അതേപോലെ വെളിയിൽ ഇമാതിരി കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയും ഡീപ്പായിട്ട് എടുക്കുന്നവർ അത് അത്ര ഗെയിമിന് എത്തിക്സിന് നിരക്കുന്നതായിട്ട് എനിക്ക് അങ്ങക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം, അതാണ് അത്ര ശരിയായിട്ടുള്ള. പിന്നെ അത് ഏറ്റവും വെറുപ്പിക്കലാണ് ആര്യനും ഗിസേൽ റൂൾ ബ്രേക്കിങ്, ആര്യം വെറുപ്പിക്കലാണ്, അക്ബറും വെറുപ്പിക്കലാണ്. ഓക്കെ, അവരുടെ ഗെയിം അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഈ അനുവിന്റെ ഗെയിം ഇതുവരെ കുഴപ്പമില്ലായിരുന്നില്ലേ, ഇത് കരച്ചിലൊക്കെ നോർമലി നടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ കാണിച്ചത് തൊട്ട് എനിക്ക് അങ്ങനെ അത്ര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അത്രേ ഉള്ളൂ. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാവേ. അതുവരെയും ബൈ.